ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിലേക്കാണ്. അവിടെ എന്താ പരിപാടി എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. കേരള സർക്കാരിൻ്റെ എൻ്റെ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സിബിഷൻ അവിടെ നടത്തുന്നുണ്ട്. കേരളത്തിൻ്റെ പല പല ജില്ലകളിലായിട്ട് നടത്തുന്നുണ്ട്. അതിൽ നമ്മൾ പോകുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിലേക്കാണ്. 10 മണി മുതൽ ഫ്രീ ആയിട്ടുള്ള എൻട്രിയാണ് നമുക്കവിടെ. വലിയൊരു ഇതുപോലെ ഉള്ളൊരു വലിയൊരു സ്പേസിൽ കുറേ സ്റ്റാളുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രീ എൻട്രി ആയതുകൊണ്ട് തന്നെ കുറേ ആളുകളും വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സാധനങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഏതൊക്കെ വകുപ്പുകളുണ്ടെന്ന് മനസ്സിലാക്കാനും അവരവിടെ എന്താണ് ആ വകുപ്പുകളിൽ നമുക്ക് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ ഡൗട്ടുകളും എല്ലാം അവരുടെ ആ ഒരു കറക്റ്റ് ഒരു ക്രൈറ്റീരിയ അവിടെ ഫുള്ളായിട്ട് നമുക്ക് ഷോ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്, അതായത് കേരള സർക്കാരിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഈ ഓരോ വകുപ്പുകളിലും വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് അവിടുത്തെ സ്റ്റാളുകളിൽ നമുക്ക് വേണ്ടിയിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങാനായിട്ടുള്ള നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും അവർ തന്നെയാണ്. അപ്പോൾ ഒരുപാട് വകുപ്പുകളുണ്ട് എന്നുള്ളത് എനിക്ക് അന്നാണ് മനസ്സിലായത്. ഒരുപാട് വകുപ്പുകളുണ്ട് കേട്ടോ. കാർഷിക വകുപ്പ്, വനം വകുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഫയർ, ധനകാര്യം, കായികം, പിന്നെ വനിതാ ശിശു വികസന ക്ഷേമ വകുപ്പ്, അങ്ങനെ ഒരുപാട് വകുപ്പ് നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുണ്ട് കേട്ടോ. നമുക്ക് എണ്ണി തീരില്ല, അത്രയ്ക്ക് വകുപ്പുകളുണ്ട്. അവരുടെ ഓരോ ഐറ്റംസും അവിടെ ഷോ ചെയ്ത് വെച്ചിട്ടുണ്ട്. വനിതാ ശിശു വികസന വകുപ്പിൽ ചെന്നപ്പോഴാണ് വളരെ കളർഫുള്ളായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് പ്ലേ ഏരിയ പോലെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു കളർ തീം അവരവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡിഗോ ആയിരുന്നു അന്നത്തെ കളർ തീം. അപ്പോൾ അതിൽ ശംഖുപുഷ്പത്തിൻ്റെ വെറൈറ്റീസാണ് കൂടുതലും കണ്ടിരുന്നത് കേട്ടോ. ശംഖുപുഷ്പം കൊണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ശംഖുപുഷ്പം, ജംസ് മിഠായി, അതുപോലെ തന്നെ ഡയമണ്ട്, അതിൻ്റെ മുറുക്ക്, അപ്പം, പുട്ട്, ഇഡ്ഡലി, ദോശ, പിന്നെ പാൽപ്പിടി, ചായ, പിന്നെ ലസ്സി, അങ്ങനെ ഒരുപാട് ഞെട്ടിക്കുന്ന ഐറ്റംസ് ആയിരുന്നു അവിടെ അവർ ഷോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തും തരും കേട്ടോ. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന, നമ്മുടെ അംഗനവാടിയിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന പോഷകാഹാരങ്ങളെക്കുറിച്ചും അതും ഷോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടും അവർ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് തന്നെ നമുക്ക് എടുത്തു തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫിലിം സിറ്റി കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതായത് അവിടെ ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ, അങ്ങനെ സിനിമയും ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ അവരുടെ സേവനങ്ങളെ കുറിച്ചിട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മെട്രോൻ്റെ സേവനങ്ങളെ കുറിച്ചിട്ട് വിശദീകരിക്കാൻ അവരുടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്നുണ്ടോ ആ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്റ്റാഫ് നമുക്ക് വിശദീകരണത്തിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
വിൽക്കാനുള്ള പ്രോഡക്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാനും പറ്റുമായിരുന്നു. ഒരുപാട് കയർ പ്രോഡക്റ്റ്സ് നമുക്ക് വാങ്ങാമായിരുന്നു. പിന്നെ കുട്ടികളുടെ ബാഗ്, പിന്നെ ഡ്രസ്സ് ഐറ്റംസ്, ഖാദി ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനും പറ്റുമായിരുന്നു. വിത്ത് ഐറ്റംസ്, അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ നമുക്ക് കാണാമായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, ഈ ഹരിതകർമ്മസേന നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോയിട്ട് എന്താ ചെയ്യാന്ന്. അതിൽ നിന്നും അവർ കുറച്ച് പാഴ്വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു രൂപമാണ്, ഒരു സ്റ്റിൽ മോഡലാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ഹരിത കേരളം മിഷൻ എറണാകുളം അവരുടെ സെക്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മോഡലാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ
നമ്മുടെ സ്റ്റേജിൽ അമ്മാമ്മമാരുടെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അതിലൊന്ന് തിരുവാതിര, അതുപോലെ തന്നെ കൈകൊട്ടിക്കളി, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. പിന്നെ ഈ സെമിനാറിന് നേതൃത്വം വഹിച്ചുകൊണ്ട് ഒരു മീറ്റിങ്ങും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സൗകര്യമുള്ളവരാണ്, ടൈമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിൽ ഒന്ന് പോയി നോക്കുക. വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു എക്സിബിഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും കണ്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സിബിഷൻ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ടൈമുള്ളവരാണെങ്കിൽ ഒന്ന് പോയി നോക്കണേ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ.